ഗുഡ് മോർണിംഗ്. അങ്ങനെ പുതിയൊരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഹോം സ്റ്റേഷനായ വടകര റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. വടകര റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള നെയിം ബോർഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ വന്നപ്പോൾ ഇതൊക്കെ റെനോവേഷനായിരുന്നു. ഞാൻ ഇവിടെ വന്ന സമയത്ത് ജനശതാബ്ദി വടകര സ്റ്റേഷനിൽ ഡിപ്പാർട്ട് ചെയ്ത് പോവാണ് കേട്ടോ. ഉണ്ടല്ലേ, അമൃത് ഭാരത് സ്കീമിൻ്റെ ഭാഗമായിട്ട് ഓൾ ഇന്ത്യ സ്റ്റേഷനൊക്കെ റിനോവേഷൻ ആണല്ലോ. അതുപോലെ തന്നെ പാർക്കിംഗ് ഒക്കെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വിശാലമായ പാർക്കിംഗ് ആയിരുന്നു, ഇപ്പോൾ നല്ല വിശാലമായ പാർക്കിംഗ് ആണ്. ഉണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റേഷൻ. ഈ പോകുന്ന വഴിക്കാൻ കണ്ടില്ലേ, എന്താ പറയുക, ഡിവൈഡറും അതുപോലെ തന്നെ ചെടികളും ഒക്കെ ആയിട്ട് നല്ല രീതിയിലൊരു സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേഷൻ. ഇപ്പോൾ കണ്ടില്ല, കഴിഞ്ഞ കൊല്ലം ഞാനിവിടുന്ന് പോകുമ്പോൾ ഇതൊക്കെ പൊളിച്ചു പണിയായിരുന്നു. ഇപ്പം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇവിടെ റിട്ടയറിങ് റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ ഈ ഒരു റെനോവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം. അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഒരു കുളമുണ്ട്, അതുപോലെ തന്നെ നടന്നു പോകാനുള്ളൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയാണ് ഓട്ടോ സ്റ്റാൻഡൊക്കെ വരുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് നേരെ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറണം. നമ്മളതാ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. ഇവിടെ ഇപ്പോൾ LED ഡിസ്പ്ലേ ബോർഡൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ടോട്ടലി മാറിയിരിക്കുകയാണ് നമ്മളെ സ്റ്റേഷൻ. അപ്പോൾ ഇത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇപ്പോൾ LED ഡിസ്പ്ലേ ഒക്കെ ആയിട്ടുണ്ട്. നമ്മളെ കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസിൻ്റെ നമ്പറും അതുപോലെ തന്നെ ടൈമുമാണ് കൊടുത്തിട്ടുള്ളത്. 6:48 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്. അപ്പം നമുക്ക് പോകേണ്ടത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ്. നമ്മളിവിടെ വന്ന് ഇറങ്ങിയ സമയത്താണ് നമ്മൾ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി ഇവിടുന്ന് എടുത്തിട്ട് പോയത്. അപ്പം മേലേക്ക് പോകാനുള്ളത് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അപ്പം എനിക്ക് ട്രെയിന് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളേക്കും തിരുവനന്തപുരത്തേക്ക് വടകര ട്രെയിനൊക്കെ സ്റ്റോപ്പ് ഉണ്ടല്ലോ, എന്തിനാണ് ഈ കണ്ണൂരൊക്കെ പോയി കയറുന്നതെന്നുള്ളത്. കാരണം ഞാൻ കയറുന്ന വണ്ടിക്ക് വടകര സ്റ്റോപ്പില്ല, കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം ട്രെയിൻ യാത്രയാണ് ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിന്ന് പോകുന്ന വണ്ടി എന്ന് പറയുന്നത് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന വന്ദേ ഭാരതിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം ട്രെയിൻ യാത്രയാണ്. കണ്ടില്ലേ, എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലിഫ്റ്റ് ഉണ്ട്. ഇപ്പം നേരെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഉണ്ട്, അവിടുന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ, കോഴിക്കോട് ഭാഗത്തുനിന്ന്. ഇപ്പോൾ ഈ പോയത് തിരുവനന്തപുരം നോർത്ത് നിന്ന് മംഗലാപുരം ജംഗ്ഷൻ വരെ പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ് ആണ് കേട്ടോ. ഇത് നൈറ്റ് ഓടുന്ന ഫുൾ ജനറൽ ക്ലാസ് വെച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. കണ്ണൂരിൽ നിന്നും ആലപ്പുഴ വരെ പോകുന്ന
എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വരേണ്ടത് മലബാർ എക്സ്പ്രസ് ഉണ്ട്, അതുപോലെ തന്നെ പോണ്ടിച്ചേരി മംഗലാപുരം എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും 36 മിനിറ്റ് ഡിലേ ആയിട്ടാണ് നമ്മൾ വണ്ടി വരുന്നത്. വേണ്ട എക്സിക്യൂട്ടീവ് വഞ്ചിനാടിൻ്റെ റാക്ക് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അതിൽ ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട് തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാട് എക്സ്പ്രസ്. വഞ്ചിനാടിൻ്റെ റാക്ക് വെച്ചിട്ടാണ് നമ്മൾ എക്സിക്യൂട്ടീവ് പോകുന്നത്. അപ്പോൾ ഇതാ മലബാർ എക്സ്പ്രസ് വടകര സ്റ്റേഷൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് 6:40 ആകുമ്പോൾ പുറപ്പെടുന്നൊരു വണ്ടിയാണ് കേട്ടോ ഇത്. മലബാർ എക്സ്പ്രസ്. गाड़ी संख्या 168555 पुदुचेरी बंगलुरु सेंट्रल एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 2 पर आएगी. For the kind attention of passengers, train number 168555 Puducherry Bangalore Central Express will arrive shortly on platform number 2. ഇനിയിപ്പോൾ ഈ പുതുച്ചേരി എക്സ്പ്രസ് പോയിട്ടൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മലബാർ എക്സ്പ്രസ് ഇവിടുന്ന് എടുത്തിട്ട് പോവാം കേട്ടോ. ഈ റോഡ് ഷെഡിൻ്റെ ഒരു WAP4 ആയിട്ടാണ് പുതുച്ചേരി മംഗലാപുരം വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ വടകര സ്റ്റേഷനിൽ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലബാർ എക്സ്പ്രസ്സിനെ ഇവിടെ തേച്ചൊട്ടിച്ച് നമ്മളെ വണ്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ വണ്ടി പോയൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും മലബാർ എക്സ്പ്രസ് ഇവിടുന്ന് പുറപ്പെടുക കേട്ടോ. ഇവിടെ കണ്ണൂർ 1A എന്ന പ്ലാറ്റ്ഫോമിൽ ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ ഉണ്ട് കേട്ടോ. ഈ റോഡ് ഷെഡിൻ്റെ ഒരു WAP4 ആയിട്ട് ഓടുന്ന ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ. ഇതിനി വൈകുന്നേരം മാത്രമേ ഉള്ളൂ തിരിച്ച് ഷൊർണൂരേക്ക്. അതിൻ്റെ ഇടയിൽ ഒരു സർവീസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായാണ്. പ്രത്യേകിച്ച് ഈ ഓഫീസ് ടൈമിലൊക്കെ ഒരു സർവീസും കൂടി വേണമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് കണ്ണൂർ കോഴിക്കോട് പാസഞ്ചറായിട്ടും പോകുന്നത് കേട്ടോ. ഫുള്ളി എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ കയറുന്നത്, നമ്മുടെ കേരളത്തിൻ്റെ വന്ദേ ഭാരത്. മുമ്പോട്ടേക്കാണ് പോകേണ്ടത് കേട്ടോ. നമ്മുടെ C5 ആണല്ലോ, അപ്പോൾ എന്തായാലും കോച്ചിൽ കയറിയിട്ട് കാണാം. അപ്പോൾ നമ്മളിതാ കോച്ചിലേക്ക് കയറുകയാണ്. C4 അടുത്ത കോച്ചാണ് നമ്മളത്. ഇത് ഓട്ടോമാറ്റിക് ഡോർ ആയതാണല്ലോ, നമ്മൾ കയറുമ്പോഴത്തേക്ക് അത് ക്ലോസ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കയറാണ്. ഇതാണ് നമ്മുടെ കോച്ച്. 2023 വീട് കോച്ചാണ് കേട്ടോ. ബാക്കിയല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഐശ്വര്യമായി വലത് കാൽ വെച്ച് കയറുകയാണ്. ട്രെയിൻ
ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ചെയർ കാർ കേട്ടോ. അപ്പോൾ ഐശ്വര്യമായ നമ്മൾ കാറാണ്. അപ്പോൾ നമ്മളിതാ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. എടുക്കാൻ പറ്റിയില്ല, അപ്പത്തെ ഒരു ക്ലോസായി. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ അങ്ങനെയാണ് നമ്മളെ സ്റ്റോപ്പ് വരുന്നത്. അതിനകത്ത് ക്യാമറ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോയ്ലറ്റാണ് കേട്ടോ. ഇത് സ്ലൈഡിങ് ഡോറാണ്. അപ്പോൾ നമ്മൾ 54 സീറ്റ്. ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മളെ സീറ്റ് വരുന്നത് കേട്ടോ. അതെന്തായാലും നന്നായി. എല്ലാ യാത്രക്കാരെയും സ്വാഗതം ചെയ്യുന്നു. നല്ല കംഫർട്ടാണ് കേട്ടോ അതിൽ യാത്ര ചെയ്യാൻ. ഒരു കുലുക്കവും ഇല്ല. അതുപോലെ തന്നെ എന്താ പറയുക, അധികം സൗണ്ടോ നമുക്ക് ഇതിൽ കേൾക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ നമ്മുടെ നാട് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. വടകര. നമ്മളിവിടെ വടകര സ്റ്റോപ്പുള്ള വണ്ടികൾ കണ്ടിട്ടുണ്ട്, അതിൽ കയറിയിട്ടുണ്ട്. പക്ഷേ വടകര സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു വണ്ടിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ നമ്മളെ നാട് സ്കിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ലോ ആയിട്ടാണ് സ്കിപ്പ് ചെയ്ത് പോയത് കേട്ടോ. ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ, അടുത്ത സ്റ്റേഷൻ, അതുപോലെ തന്നെ ടൈം. ഇതിൽ മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്, അതുപോലെ തന്നെ കന്നഡയിലൊക്കെ ഉണ്ട് കേട്ടോ. കോഴിക്കോടേക്ക് ഇനി 1 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. ഓപ്പൺ ആയിട്ടോ, ഇച്ചിരി ഇതായി പോയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ഡോറാണ് കേട്ടോ. അതിൻ്റെ സീറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കൈവശമുള്ളതായി ദയവായി ഉറപ്പാക്കുക. अपना सारा सामान अपने साथ ले जाना न भूलें। Please remember to take all your belongings with you. മിക്കവാറും മുമ്പിൽ കൊണ്ടുപോയായിരിക്കും നമ്മളെ ട്രെയിൻ നിർത്താൻ പോകുന്നത് കേട്ടോ. കാരണം ഇത് ആകെ 8 കോച്ചുള്ള വണ്ടിയല്ലേ, 8 കോച്ചുള്ള വണ്ടിയെ വരുന്നല്ലേ. അപ്പം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിട്ടായിരിക്കും നിർത്താൻ സാധ്യത. ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്തതിന് നന്ദി. അപ്പോൾ നമ്മൾ കോഴിക്കോട് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നത് കേട്ടോ. സാധാരണ 1 അല്ലേ വരാം, ഇതിപ്പം 3 നമ്മളെ ട്രെയിന് വരുന്നത്. മിക്കവാറും 1 ഏതെങ്കിലും വണ്ടി ഉണ്ടാവും. 1 വണ്ടിയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തെങ്കിലും 3 കയറി. Thank you for traveling with Doors are opening.
വെള്ളം മേടിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും വണ്ടി അവിടെ ഹോൺ അടിച്ചു. കാരണം ഇത് ഓട്ടോമാറ്റിക് ഡോറല്ലേ, അറിഞ്ഞാൽ പിന്നെ ഇനി തുറക്കണമെങ്കിൽ അടുത്ത സ്റ്റേഷൻ എത്തണം. നമ്മൾ നോർമൽ ട്രെയിൻ പോലെ ചാടി കയറാൻ പറ്റില്ല. ഓ, കുപ്പി മേടിച്ച് വരുമ്പോഴത്തേക്കും ഇതേ ഹോൺ അടിച്ച് വെട്ടി. പെട്ടെന്ന് ഓടിയങ്ങ് കയറി. കാരണം ഇത് ഒന്നാമത് ചെറിയൊരു ട്രെയിനാണ്, പിന്നെ കടയുള്ളത് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുമാണ്. അപ്പോൾ ഏതോ ഒരു കോച്ചിൽ ചാടി കയറി നമ്മളെ സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്നൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. മറ്റുള്ള ട്രെയിൻ പോലെ നമുക്ക് ഒരുപാട് നേരമൊന്നും ഈ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. കാരണം ഇത് ഓട്ടോമാറ്റിക് ഡോറാണ്. ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ ട്രെയിൻ അതിൻ്റെ പാട്ടിൽ പോയിക്കൊണ്ടോ ഞാൻ കോഴിക്കോട് നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഷൊർണൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഷൊർണൂരിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ഷൊർണൂർ 7 പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ജംഗ്ഷൻ വരാനുള്ള കാരണം എന്ന് പറയാനായിട്ട് ഷൊർണൂർ ജംഗ്ഷൻ എന്നാണ് നമ്മൾ പാലക്കാടേക്കും അതുപോലെ തന്നെ നിലമ്പൂരേക്കും റൂട്ട് പോകുന്നത്. അങ്ങനെയാണിത് ഷൊർണൂർ ജംഗ്ഷൻ ആയത് കേട്ടോ. ഇത് ഷൊർണൂർ യാർഡാണ് കേട്ടോ കാണുന്നതൊക്കെ. കോച്ച് ഫാക്ടറിയാണ് നമ്മളവിടെ കാണുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്തതിന് നന്ദി. രണ്ട് മണിക്കൂറിലാണ് നമ്മൾ ഷൊർണൂർ എത്തിയത് കേട്ടോ. 8 മണിക്ക് കയറി 10 മണിക്ക് ഷൊർണൂർ എത്തി. ഇതൊക്കെ ഏതെല്ലോ ട്രെയിനിൻ്റെ കോച്ചുകളാണ് കേട്ടോ. നമ്മളെ കാസർഗോഡ് വന്ദേ ഭാരത് നമ്മൾക്ക് എവിടെ നിന്ന് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല കേട്ടോ. മിക്കവാറും ഇപ്പം കാണാൻ പറ്റുമായിരിക്കും. നമ്മളിത് ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നതെന്നൊന്നും കൺഫേം ആയിട്ടില്ല. അതുപോലെ തന്നെ ഇതാ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് നേത്രാവതി ആയിരിക്കാം. നേത്രാവതി എക്സ്പ്രസ് ആണ് അവിടെ ഷൊർണൂർ നിൽക്കുന്നത്. നേത്രാവതി എക്സ്പ്രസ് ജനറലൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെ കയറ്റി വിട്ടിട്ടതിന് ശേഷം മാത്രമേ നേത്രാവതി ഇവിടുന്ന് എടുക്കുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളമുണ്ട് കേട്ടോ. സാധാരണ ഈ സമയത്തൊന്നും അങ്ങനെ വെള്ളം കാണാത്തതാണ്.
തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരേക്ക് പോകുന്നൊരു പാസഞ്ചറാണ് കേട്ടോ. ഈ പാസഞ്ചർ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്കാണ് അടുത്ത ട്രിപ്പ്. ഉച്ചക്ക് എറണാകുളത്തേക്കുള്ള ട്രിപ്പാണ് ഈ പാസഞ്ചറുള്ളത്. ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്തതിന് നന്ദി. മാം അതാ ഞാൻ മാം നമ്മളത് ചെയ്യാൻ പറ്റും. ഷൊർണൂർ ജംഗ്ഷൻ തൊട്ട് എറണാകുളം വരെ ഈ ഒരു വേഗതയിലാണ് എല്ലാ ട്രെയിനുകളും പോകുന്നത്. കാരണം ഒരുപാട് വളവുകളുള്ളൊരു പാതയാണ്. അത് കാരണം അധികം സ്പീഡിലൊന്നും ഈ റൂട്ടിൽ ട്രെയിനിന് പോകാൻ കഴിയില്ല. 100-ൽ താഴെ മാത്രമാണ് ഈ ഒരു റൂട്ടിൽ ട്രെയിനുകളൊക്കെ പോകുന്നത്. ഈ ഒരു റൂട്ടൊക്കെ 110ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നൊക്കെ ന്യൂസൊക്കെ വന്നിരുന്നു. പക്ഷെ പിന്നീട് അതിനെ പറ്റിയിട്ടുള്ള ന്യൂസൊന്നും കേട്ടിട്ടില്ല. കോൺഫറൻസിന് വന്നപ്പോൾ അങ്ങനെ എറണാകുളം ടൗൺ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം നോർത്ത്. ഇനി അടുത്ത സ്റ്റോപ്പ് എറണാകുളം ജംഗ്ഷനാണ് കേട്ടോ. എറണാകുളം സൗത്ത്. ഇവിടെയൊക്കെ റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ അടിപൊളിയാവുന്ന പുതിയ ബിൽഡിംഗ് ഒക്കെ കാണാൻ നമുക്ക് ഇവിടെ. एर्नाकुलम जंक्शन स्टेशन पर पहुंचने वाली है। कृपया ट्रेन में पूरी तरह से रुकने के बाद ही सावधानी से उतरे। ഈ ട്രാക്ക് നേരെ പോകുന്നത് നമ്മളെ കോട്ടയം ഭാഗത്തേക്കാണ് കേട്ടോ. Deboard carefully. Only after the train has come to a complete halt. ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മളെ വണ്ടി ഡിലേ ആണ് കേട്ടോ. ರೈಲು ಸಂಪೂರ್ಣ ನಿಲುಗಡೆಗೆ ಬಂದ ನಂತರವೇ ದಯವಿಟ್ಟು ಎಚ್ಚರಿಕೆಯಿಂದ ಇಳಿಯಿರಿ. ഈ ട്രാക്ക് നേരെ കോട്ടയം വഴി തിരുവനന്തപുരം. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കൈവശമുള്ളതായി ദയവായി ഉറപ്പാക്കുക. അങ്ങനെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. അത് ഈ ഭാഗത്തല്ല വരുന്നത്. ഇതുണ്ടോ എറണാകുളം ഷെഡിൻ്റെ ഒരു ആൽക്കോ എടുക്കുന്നുണ്ടോ. ഷണ്ടിങ് ലോക്കോ ആണത്. നല്ലൊരു പുതിയൊരു കോച്ച് കാണാം കേട്ടോ അതിൽ.
എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ആണ് കേട്ടോ. അതിൽ 2 ഉത്കൃഷ്ട കോച്ചും കൂടി കണ്ട്. എന്തോന്നിത്, ഒരു കരി പിടിച്ച കോച്ച്. ഇവിടെ ഡോർ ഓപ്പൺ ആവാൻ നമുക്ക് കാണാം കേട്ടോ. ഡോർ ഓപ്പൺ ആയി. മൂന്ന് മിനിറ്റാണ് നമ്മളെ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് കേട്ടോ. അപ്പം നമ്മളിതാ എറണാകുളം ജില്ലയോട് ഇവിടെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊച്ചിക്കായലിന് മേലെ കൂടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എറണാകുളം ജില്ലയിൽ നിന്നും ഇവിടെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന വഴിക്കൊക്കെ ട്രാക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതാണ് വണ്ടി സ്ലോ ആയിട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ പാത ഇരട്ടിപ്പിക്കുന്നതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് കയറിയിരിക്കുകയാണ്. ഭക്ഷണം ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. എറണാകുളത്ത് നിന്ന് കയറ്റിയ ഭക്ഷണം ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം കേട്ടോ. ഇത് തൈരാണ്, അതുപോലെ തന്നെ ഇതിൽ ഒരു 3 ചപ്പാത്തി ഉണ്ട്, പിന്നെ സബ്ജിയാണ് കേട്ടോ. അത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചെറിയൊരു ഉപ്പേരി പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് വന്നിട്ടുള്ളത് കേസരിയാണ്, രാവിലത്തെ പോലെ തന്നെ. ഇതിലാണ് ചോറ് വരുന്നത് കേട്ടോ. ഇതാണ് ഭക്ഷണം. ഇത്രയാണ് ക്വാണ്ടിറ്റി വരുന്നത് കേട്ടോ. ഇതിൽ ഉപ്പേരി ഉണ്ട്, ഇതിൽ സാമ്പാറാണോ അത് ഡാലാണോ എന്നറിയില്ല കേട്ടോ. ഇതൊരു പനീർ കറിയാണ് കേട്ടോ. പനീർ കറിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് ഡാലാണ് കേട്ടോ. അപ്പോൾ സ്പൂണൊക്കെ ഉണ്ട്. നമുക്ക് ഡാല് ഇതൊന്ന് ഒഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട്
രാവിലത്തെ അത്ര ടേസ്റ്റ് ഇല്ല, എന്നാലും ഒരു ആവറേജ്. അങ്ങനെ ആലപ്പുഴ സ്റ്റേഷൻ നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഭക്ഷണം കഴിച്ചു. ഒരു ആവറേജ് ഭക്ഷണമായിരുന്നു കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലുള്ളത് ആലപ്പുഴ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഈ വണ്ടി തന്നെയാണ് തിരുവനന്തപുരം MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് റേക്ക് ഷെയർ ഉള്ളത്. രാവിലത്തെ ഭക്ഷണത്തിനെ വെച്ച് നോക്കുമ്പോൾ ഉച്ചയ്ക്കുള്ളൊരു ആവറേജ് ഫുഡ് തന്നെയായിരുന്നു. അതിൽ ആകെ കൊള്ളാവുന്നത് ഡാലായിരുന്നു കേട്ടോ. പനീർ കറി അത്ര പോരാ, റൊട്ടിയും കുഴപ്പമില്ല. ഒരു ആവറേജ് ലഞ്ച് തന്നെയായിരുന്നു നമുക്ക് ഇതിൽ കിട്ടിയത്. തീരെ മോശമല്ല, ആവറേജ് ഫുഡ് തന്നെയാണ്. കാരണം നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. കൊല്ലം എത്താറായിട്ടോ. ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്തതിന് നന്ദി. ഇത് കൊല്ലം ജംഗ്ഷൻ വരാൻ കാരണം ഇവിടെ നിന്നൊരു റൂട്ട് പോകുന്നുണ്ട്. അതായത് നമ്മളെ പുനലൂർ ചെങ്കോട്ട വഴിയൊരു റൂട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കൊല്ലം ജംഗ്ഷൻ ആയത് കേട്ടോ. അതുപോലെ തന്നെ ഈ കൊല്ലം ജംഗ്ഷന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ നീളം കൂടിയ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ഹുബ്ബള്ളിയാണ്, അത് കഴിഞ്ഞ് ഗോരഖ്പൂര്, അതിനുശേഷം മൂന്നാമത്തത് നമ്മുടെ കൊല്ലത്താണ്. അപ്പോൾ നീളം കൂടിയ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം ഉള്ളത് നമ്മുടെ കൊല്ലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊല്ലം ജംഗ്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ട്രെയിനുകൾ കാണാം കേട്ടോ. ഒന്ന് അനന്തപുരി എക്സ്പ്രസ്, അതുപോലെ തന്നെ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്, മൂന്നാമതുള്ളത് കൊല്ലം നാഗർകോവിൽ എക്സ്പ്രസ്. അങ്ങനെ 3 വണ്ടികൾ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ പോലെ ഞാൻ നാഗർകോവിൽ പോയ സമയത്ത് നമ്മുടെ ഈ വന്ദേ ഭാരത് ഇവിടുന്ന് വന്നു എടുത്തു പോയി. അത് കാരണം എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ കൊല്ലം ചെന്നൈ എഗ്മോർ അനന്തപുരി എക്സ്പ്രസ് ചെങ്കോട്ട വഴി പോകുന്ന വണ്ടിയാണ് കേട്ടോ. പരവൂർ കായലിൻ്റെ കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്.
കാഴ്ചയാണിത്. പരവൂർ കായലിൻ്റെ കാഴ്ച. അതിൻ്റെ അപ്പുറത്ത് കടലുമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം സമയം 2:30 മണിയായിട്ടോ. തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളി. ഇനി അടുത്ത സ്റ്റോപ്പാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. പുറത്ത് നല്ല മഴക്കാറാണ് കേട്ടോ. നല്ല കാറ് പിടിച്ച് നിൽക്കുന്നുണ്ട്. മിക്കവാറും നമ്മളവിടെ ഇറങ്ങുമ്പോൾ നല്ല മഴ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ആണല്ലേ, സമയം 2:30 ആയിട്ടേ ഉള്ളൂ. പക്ഷെ ആ പുറത്തുള്ള ക്ലൈമറ്റ് നോക്കിയട്ടെ. അപ്പോൾ നമ്മളതാ സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. തൊട്ടിപ്പുറത്തുള്ള നമ്മുടെ കണ്ണൂരേക്കുള്ള ജനശതാബ്ദിയാണ്. നല്ല മഴ. നമ്മൾ വന്ന വന്ദേ ഭാരതാണ് അത്. പിന്നെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് കോട്ടയം വഴി കണ്ണൂരേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് കേട്ടോ. ഇത് ഈയിടെ LHB ആയ ഒരു ട്രെയിനാണ്. എന്തായാലും നമ്മൾ ഒരു ദിവസം ഇതിലും യാത്ര ചെയ്യുന്നതാണ്. മഴയിൽ നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ പടക്കുതിര. അപ്പോൾ അതിനൊരു 10 മിനിറ്റായിട്ട് ഞാനിങ്ങനെ ഒരേ ഇരിപ്പാണ്. 10-20 മിനിറ്റായിട്ട്. അപ്പോഴൊക്കെ നമ്മൾ ജനശതാബ്ദി ഇവിടുന്ന് പുറപ്പെടും. നമ്മുടെ കണ്ണൂരേക്ക് പോകുന്ന ജനശതാബ്ദി ഇതാ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു 10-20 മിനിറ്റായിട്ട് ഞാൻ ഒരേ ഇരിപ്പാണ് കേട്ടോ ഇവിടെ. നല്ല മഴയായിരുന്നു. ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ചോർന്നത് കേട്ടോ. നല്ല മഴയായിരുന്നു, ഇപ്പോഴാണ് ചോർന്നത്. ഇതിൽ LHB ആയതിനു ശേഷം ഞാനിതുവരെ കയറിയിട്ടൊന്നുമില്ല. വേറെന്തെങ്കിലും കയറണം. ഒരു മുഴുനീള യാത്രയിൽ തന്നെ ചെയ്യണം. നല്ല അടിപൊളി കോച്ചാണ് കേട്ടോ. സീറ്റ് പിന്നെ നമ്മളറിയാലോ, മെമൂൻ്റെ സീറ്റ് പോലെയാണുള്ളത്. അവിടെ നമ്മുടെ ചെന്നൈയിലേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വന്ദേ ഭാരത് തന്നെയാണ് കേട്ടോ ഇന്ന് തിരിച്ച് മംഗലാപുരത്തേക്ക് പോകുന്നത് കേട്ടോ. അത് 4 മണിക്ക് ഇവിടുന്ന് പുറപ്പെടും. അപ്പോൾ ഗൈസ്, ഇവിടെ വന്നിറങ്ങി ഏകദേശം 1/4 മണിക്കൂർ നല്ല മഴ കിട്ടി. അങ്ങനെ പോസ്റ്റായി പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ റൂമിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ചെറുതായിട്ട് ചാറുന്നുണ്ട്. ആ മഴ നനഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത് കേട്ടോ. അങ്ങനത്തെ റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ കേരളത്തിൻ്റെ പടക്കുതിരയിലെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും മഴയൊന്ന് ചാർന്നിട്ട് നമുക്ക് കിഴക്കേക്കോട്ടൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.